അടുത്ത ഫങ്ഷൻ. അപ്പം നമ്മളിവിടെ എന്താണ് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റിലേഷൻ ആണ് എന്തെന്ന് പറയുന്നത് ഫങ്ഷൻ. വി ക്യാൻ വിഷ്വലൈസ് ഫങ്ഷൻ ആസ് എ റൂൾ. ഫങ്ഷൻ റൂൾ ആയിട്ട് നമുക്ക് എന്ത് ഐഡന്റിഫൈ ചെയ്യാം. വിച്ച് പ്രൊഡ്യൂസസ് ന്യൂ എലമെന്റ് ഔട്ട് ഓഫ് ഗിവൺ എലമെന്റ്സ്. അതായത് നമ്മളൊരു എലമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് ന്യൂ എലമെന്റ് ക്രിയേറ്റ് ചെയ്യും. നമ്മൾ മാപ്പ് എന്ന് വിളിക്കും. മാപ്പിംഗ് എന്ന് പറയുന്നത് എന്താണ് ഫംഗ്ഷനെയാണ് കാണിക്കുന്നത്. അതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റിലേഷൻ ആണ്. എന്താണ് എ റിലേഷൻ ഫ്രം സെറ്റ് എ ടു സെറ്റ് ബി സെറ്റ് ബി ഫംഗ്ഷൻ ഇഫ് എവരി എലമെന്റ് ഓഫ് സെറ്റ് എ ഹാസ് വൺ ആൻഡ് ഓൺലി വൺ ഇമേജ് ഇൻ ബി. ശ്രദ്ധിച്ചോണം, എ എന്ന് പറയുന്നൊരു സെറ്റ് ഉണ്ട്, ബി എന്ന് പറയുന്നൊരു സെറ്റ് ഉണ്ട്. ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും എവരി എലമെന്റ് ഓഫ് സെറ്റ് എ ഹാസ് വൺ ആൻഡ് ഓൺലി വൺ ഇമേജ് ഇൻ സെറ്റ് ബി. അതായത് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x. ഞാൻ എഫ് ഓഫ് 1 എടുത്താൽ എനിക്കൊരു വാല്യൂ കിട്ടും. എഫ് ഓഫ് 1 എടുത്താൽ മാത്രമേ എനിക്ക് 2 കിട്ടുള്ളൂ. അതുപോലെ എഫ് ഓഫ് -2 എടുത്താൽ എനിക്ക് എത്ര കിട്ടും -4 കിട്ടും. എനിക്ക് -4 കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരേ ഒരു യുണീക്ക് വാല്യൂ ഉള്ളൂ. അങ്ങനെയുള്ളതാണ് എന്താണ് റിലേഷൻ എഫ് ഫ്രം സെറ്റ് എ ടു സെറ്റ് ബി ഈസ് കോൾഡ് എ ഫംഗ്ഷൻ ഇഫ് എവരി എലമെന്റ് സെറ്റ് എ ഹാസ് വൺ ആൻഡ് ഓൺലി വൺ ഇമേജ് ഓൺ സെറ്റ് ബി. അത് ശ്രദ്ധിച്ചോണം. ഓക്കെ, സെറ്റ് ബിയിൽ ഒരേ ഒരു ഇമേജേ ഉള്ളൂ. ഓക്കെ, ഒന്നിൽ കൂടുതൽ ഇമേജ് കാണുമല്ലോ. ഇപ്പോൾ റൂട്ട് എക്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് പോസിറ്റീവ് വാല്യൂ നെഗറ്റീവ് വാല്യൂ വരും. എന്തുകൊണ്ടാണ്? അതാണ് ഒന്നിൽ കൂടുതൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് ജി ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് എക്സ്. ജി ഓഫ് 9 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? എനിക്ക് +3 എന്ന് എഴുതാം, -3 എന്ന് എഴുതാം. അപ്പം ഫംഗ്ഷൻ ആകണം എന്നുണ്ടെങ്കിൽ 2x എന്നുള്ള ഫംഗ്ഷനാണ്. എന്തുകൊണ്ടാണ്? നമുക്ക് ഒരേ ഒരു ഇമേജ് ബിയിൽ കാണുള്ളൂ. എ ഫംഗ്ഷൻ is a relation from non-empty set A to a non-empty set B such that domain of F is A and no two distinct order wherein F have the same first element. അതായത് ഇപ്പം 9 3 -3 എന്നൊരു പോസിബിലിറ്റി അവിടെ നടക്കരുത്. കാരണം 1 2 -2 4. അതായത് ഫംഗ്ഷൻ ഫ്രം എ നോൺ എംപ്റ്റി സെറ്റ് ടു എ നോൺ എംപ്റ്റി സെറ്റ് ബി such that the domain of F is A and no two distinct order pair in F have same first element. ഇപ്പോൾ 1 2 2 4 നമ്മൾ ഇവിടുത്തെ വാല്യൂ ഡിഫറെൻ്റ് ആയിരിക്കും, പക്ഷെ ആദ്യത്തെ വാല്യൂ ഇവിടുത്തെ വാല്യൂ രണ്ടാമത്തെ വാല്യൂ ഞാൻ ഇങ്ങനെ ഒരു പെയർ എഴുതുകയാണ്. കാരണം ഇവിടെ എന്താണ് 1 2 -2 -4 ഇതൊരു സെറ്റ് എഴുതി. 9 3 9 ഓക്കെ അല്ലേ? ഈ 2ഉം -4ഉം ഡിഫറെൻ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ വാല്യൂ ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കണം 3ഉം -3ഉം 9 ആണ് രണ്ടിൻ്റെയും ഫസ്റ്റ് എലമെന്റ്. അപ്പോൾ അത് എന്തല്ല? ഫംഗ്ഷൻ അല്ല. ഫംഗ്ഷൻ is a relation from non-empty set A to non-empty set B such that the domain of F is A and no two distinct ordered pair in F have the same first element. Okay, if a function from A to B, small a b belong to F, then F of A equal to B. B is called image. അതായത് നമുക്കിവിടെ എഫ് ഓഫ് എക്സ് 2x ഏത് വാല്യൂ ഇട്ട് കൊടുക്കുന്നത് ഏത് വാല്യൂ പുറത്തോട്ട് കിട്ടുന്നു അത് ബി. നമ്മളിവിടെ 1 ഇട്ട് കൊടുത്തു, 2 പുറത്തോട്ട് കിട്ടി. ഇമേജ് ഓഫ് എ അണ്ടർ എ ഈസ് കോൾഡ് പ്രീ ഇമേജ് ഓഫ് ബി. അപ്പം നമ്മൾ പറയുകയാണെങ്കിൽ വേർ ബി ഈസ് കോൾഡ് ദി ഇമേജ് ഓഫ് എ അല്ലെങ്കിൽ അണ്ടർ എഫ് എ ഈസ് കോൾഡ് പ്രീ ഇമേജ് ഓഫ് ബി. അങ്ങനെ പറയാം. എഫ് ഓഫ് എ ഇട്ടാൽ ബി കിട്ടി, എഫ് ഓഫ് 1 ഇട്ടാൽ 2 കിട്ടി. 2 1ന്റെ ഇമേജ് ആണ്, 1 എന്ന് പറയുന്നത് 2ന്റെ എന്താണ്? പ്രീ ഇമേജ് ആണ്. ഓക്കെ, ശ്രദ്ധിക്കുക. റിലേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണ്. സെറ്റ് എ ഉണ്ട്, സെറ്റ് ബി ഉണ്ട്. ഓക്കെ, ഇതിനുള്ളിൽ 1 2 3. ഞാൻ ഇതിൽ എക്സ് ആണ്, ഇതിൽ വൈ ആണ്. ഞാൻ എഫ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്തു 2x. അപ്പോൾ 1ന് കറസ്പോണ്ടിങ് ആരായിട്ട് വരും? 2 വരും. 2ന് കറസ്പോണ്ടിങ് ആരായിട്ട് വരും? 4 വരും. 3ക്ക് കറസ്പോണ്ടിങ് ആരായിട്ട് വരും? 6 വരും. അതായത് എ റിലേഷൻ ഫ്രം സെറ്റ് എ ടു സെറ്റ് ബി ഈസ് കോൾഡ് എ ഫംഗ്ഷൻ ഇഫ് എവരി എലമെന്റ് ഓഫ് എ വൺ ഇമേജ് ഇൻ ബി. ഇവിടെ ഏത് എലമെന്റ് ഉണ്ടോ, ഇവിടെ ഏതൊക്കെ എലമെന്റ് ഉണ്ടെങ്കിലും അതിന് കറസ്പോണ്ടിങ് കിട്ടുന്ന എലമെന്റ് അതിന്റെ 2 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന വലിയ ബി കാണണം. അങ്ങനെയുള്ളത് എന്താണ്? ഫംഗ്ഷൻ ആണ്.
അടുത്തത് വേറൊന്ന് ശ്രദ്ധിക്കുക. ഇത് എ, ഇത് ബി. 9 3ക്ക് റിലേഷൻ ഉണ്ട്, -3 റിലേഷൻ ഉണ്ട്. ഇപ്പം ഞാൻ f(x) √x എന്ന് എഴുതി. 4 2 ഉണ്ട്, -2 ഉണ്ട്. അവിടെ എന്താണ്? No two distinct order pair of f have same first element. 9 കൊടുത്താൽ 9 3 കിട്ടി. അതുപോലെ 9 തന്നെ കറസ്പോണ്ടിങ് -3 കിട്ടി. 3യും -3യും ഡിഫറെൻ്റ് ആണ്. നോ ടു ഡിസ്റ്റിങ്ക്ട് ഓർഡർ പെയർ ഹാവ് സെയിം ഫസ്റ്റ് എലമെന്റ്. ഇത് രണ്ട് ഡിഫറെൻ്റ് ആണ്. 9 കൊടുത്തപ്പോൾ 3 കിട്ടിയ പോലെ 9 കൊടുത്തപ്പോൾ -3 കിട്ടി. അതെന്തല്ല? ഫംഗ്ഷൻ അല്ല. കാരണം ഒരു എക്സ് വാല്യൂ എടുത്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡിഫറെൻറ്റ് വൈ വാല്യൂ കിട്ടണം. അങ്ങനെയുള്ളതിനെ ഫംഗ്ഷൻ എന്ന് വിളിക്കും. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക. f(2) എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. അപ്പം എന്താണ്? 2 ഈസാന് എന്താണ്? അല്ലെങ്കിൽ 4 ഈസാന് 4 എന്ന് പറയുന്നത് 2ന്റെ ഇമേജ് ആണ്. എങ്ങനെയാണ് ഇമേജ് കിട്ടുന്നത്? ഈ ഫംഗ്ഷൻ ഇട്ട് കൊടുത്താൽ മതി. 2 × x. b ഈസ് കോൾഡ് ഇമേജ് ഓഫ് എ. അതായത് 4 ഈസ് കോൾഡ് ഇമേജ് ഓഫ് 2 അറ്റ് എഫിന് എന്താ പറയുന്നത്? എക്ക് ഈ 2 എന്ന് പറയുന്നത് എന്താണ്? 4ന്റെ പ്രീ ഇമേജ്. f(a) = b. അതായത് 4 is an image of 2, so 2 is free image of 4. ഇതാണ് എക്സാമ്പിൾ 7ന്റെ ഡയഗ്രാം. ടെക്സ്റ്റ് ബുക്കിലെയാണ്. ഇതാണ് എക്സാമ്പിൾ 8ന്റെ ഡയഗ്രാം. ശ്രദ്ധിക്കുക. എക്സാമ്പിൾ 7 ഈസ് നോട്ട് എ ഫംഗ്ഷൻ. എലമെന്റ് 6 ഹാസ് നോ ഇമേജ്. എന്താണ്? ഈ 6 എന്ന് പറയുന്ന എലമെന്റ് ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. അത് ഒന്നുമായിട്ടും എന്ത് ചെയ്തിട്ടില്ല? ലിങ്ക് ചെയ്തിട്ടില്ല. അപ്പൊ അതെന്തല്ല? ഈ ഒരു റിലേഷൻ ഫംഗ്ഷൻ എന്തുകൊണ്ട്? 6ന് ഒരു ഇമേജും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊരു റിലേഷനാണ്. ഈ ഒരു 6ന് ഒരു ഇമേജും കൂടെ ഉണ്ടെങ്കിൽ അത് എന്താവത്തുള്ളൂ? ഫംഗ്ഷൻ ആവത്തുള്ളൂ. എക്സാമ്പിൾ 8 ഈസ് നോട്ട് എ ഫംഗ്ഷൻ. എന്തുകൊണ്ടാണ്? ഇതാണ് എക്സാമ്പിൾ 8. എലമെന്റ് ഇൻ ദ ഡൊമൈൻ ആർ കണക്റ്റഡ് ടു മോർ ദാൻ വൺ ഇമേജ്. ശ്രദ്ധിക്കുക. ഈ 9 എന്ന് പറയുന്നത് 3 കണക്ട് ചെയ്തിട്ടുണ്ട്, -3 എന്ത് ചെയ്തിട്ടുണ്ട്? കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതെന്തല്ല? ഫംഗ്ഷൻ അല്ല. അപ്പം ഇതൊക്കെയാണ്. ഇവിടെ ഒരു ഇമേജ് ഫ്രീ ആയിട്ട് ഒരു ഇമേജ് ഇല്ലാതെ നിന്നാലും ഫംഗ്ഷൻ അല്ല. ഇവിടെ ഉള്ള ഒരു എലമെന്റ് മോർ ദാൻ വൺ ഇമേജിലോട്ട് കണക്ട് ചെയ്താലും അതെന്തല്ല? ഫംഗ്ഷൻ അല്ല. അടുത്ത എ ഫംഗ്ഷൻ വിച്ച് ഹാസ് ഐദർ ആർ ഓർ വൺ ഓഫ് ഇറ്റ് സബ്സെറ്റ് ആസ് ഇറ്റ്സ് റേഞ്ച് ഈസ് കോൾഡ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ. ശ്രദ്ധിക്കണം. എ ഫംഗ്ഷൻ വിച്ച് ഹാസ് ഐദർ ആർ മീൻസ് എന്ന് പറയുന്നത് എന്താണ്? റിയൽ നമ്പർ. എ ഫംഗ്ഷൻ വിച്ച് ഹാസ് ഐദർ real number, a function which is either R or one of its subset as its range, and a real valued function. കാരണം ഇത്രയേ ഉള്ളൂ. if its domain is either R or subset of R, it is called a real function. ഇവിടെ R കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ്? റിയൽ നമ്പർ. A function which has either R, one of its subset, and its range is called a real valued function. ശ്രദ്ധിക്കുക. നാച്ചുറൽ നമ്പർ എന്ന് പറയുന്ന റിയൽ നമ്പർ ആണ്. നാച്ചുറൽ നമ്പർ എന്താണ്? ഫംഗ്ഷൻ. ഇവിടെ f ഇത് ഇങ്ങനെ വായിക്കുന്നത് നോക്കുക. f from n to n എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ നാച്ചുറൽ നമ്പറിൽ നിന്ന് നാച്ചുറൽ നമ്പറിലേക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്നു. f(x) = 2x + 1. എക്സിന് 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എത്ര കിട്ടും? f(1) എന്ന് പറയുന്നത് എത്ര കിട്ടും? 2 × 1 + 1 എത്ര കിട്ടും? 3 കിട്ടും. ഓക്കെ അല്ലേ? എങ്ങനെയായിരിക്കും f(1) കിട്ടിയത്? 2 × 1 + 1. അതുപോലെ f(7) എങ്ങനെയാണ് കിട്ടിയത്? 2 × 7 + 1 15 കിട്ടും. അങ്ങനെ നമുക്ക് 1ന് കറസ്പോണ്ടിങ് ആയിട്ട് 3 കിട്ടും,
7 കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഏത് കിട്ടും? 7 കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇത് കിട്ടും 15 കിട്ടും. സോ f ഫ്രം നാച്ചുറൽ നമ്പർ ടു നാച്ചുറൽ നമ്പർ. ഓക്കെ, നാച്ചുറൽ നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ എന്തിനാണ്? നാച്ചുറൽ നമ്പറിലാണ്. സം ഫംഗ്ഷൻ ആൻഡ് ദെയർ ഗ്രാഫ്. അപ്പം ഞാനൊരു ഫംഗ്ഷൻ പറയുകയാണ്. ഫംഗ്ഷൻ അതായത് ഐഡന്റിറ്റി ഫംഗ്ഷൻ എന്ന് പറയും. ആർ ബി സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്, റിയൽ നമ്പർ ടു റിയൽ നമ്പർ എഫ് ഓഫ് എക്സ് എക്സ്, എക്സ് ബിലോങ് ടു ആർ. അതായത് ഏത് ഫംഗ്ഷൻ എടുത്താലും അതേ വാല്യൂ തന്നെ. അതായത് എഫ് ഓഫ് 1 1 വരും, എഫ് ഓഫ് 2 2 വരും. അവിടെയാണ് എന്തുകൊണ്ട് ഐഡന്റിറ്റി ഫംഗ്ഷൻ കൊണ്ട് എന്ത് ചെയ്യുക മീൻ ചെയ്യുന്നത്. എഫ് ഓഫ് 2 2 വരും, എഫ് ഓഫ് 10 10 തന്നെ വരും, ഒരു മാറ്റം വരുന്നില്ല. അങ്ങനെ വരുന്നതിന് ഐഡന്റിറ്റി ഫംഗ്ഷൻ എന്ന് പറയും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന്റെ ഗ്രാഫ് ഇത് ഇങ്ങനെ ഇരിക്കും. അപ്പം ഇതിന് വരെ നമ്മൾ y ഈക്വൽ ടു എക്സ് എന്ന് എഴുതും ചിലപ്പോൾ, അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്. അതിനെ ജസ്റ്റ് നമ്മൾ എന്തെന്ന് പറയും? ഐഡന്റിറ്റി ഫംഗ്ഷൻ എന്ന് പറയും. അടുത്ത ഏതാണ്? കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. റിയൽ നമ്പർ ടു റിയൽ നമ്പർ ഡിഫൈൻ ചെയ്തു. ഫംഗ്ഷൻ എന്ന് പറയുന്നത് എത്രയാണ്? കോൺസ്റ്റന്റ് ആണ്. എക്സ് ബിലോങ് ടു റിയൽ നമ്പർ. അടുത്ത റേഞ്ച് എപ്പോഴും ഒരേ വാല്യൂ തന്നെയായിരിക്കും. അതായത് y ഈക്വൽ ടു 2.5. ഓക്കെ, 3. എഫ് ഓഫ് 1 3 കിട്ടും, എഫ് ഓഫ് 6 3 കിട്ടും, എഫ് ഓഫ് -10 3 കിട്ടും. ഏത് ഫംഗ്ഷൻ തന്നെയായാലും ഏത് എക്സ് വാല്യൂ ആയാലും ശരി ഒരു മാറ്റവും ഇല്ല. y വാല്യൂ എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നു.